നിനക്കെന്തുവാ അയാൾ ആ പെണ്ണെ അഴിച്ചുവിട്ടിരിക്കുക. അഴിച്ചുവിട്ടെങ്കിൽ നിന്നെ പുറത്ത് കയറാൻ വന്നോടാ. തന്തയില്ലാതെ പറഞ്ഞാലുണ്ടല്ലോ. ആ എന്താടി ഓച്ചേ, കുളിക്കാൻ വന്നപ്പോ അവന്മാർ ഓരോ അനാവശ്യങ്ങൾ പറയുന്നു. നീ പ്രായമായ പെണ്ണല്ലേ, വീട്ടിലിത്തിരി വെള്ളം കോരി വെച്ച് കുളിക്ക്. വാ ഓച്ചേ. കഷ്ടമായി പോയി. നല്ലൊരു കുളിച്ചിന് കാണാമായിരുന്നു. ആ മുരിക്കമായി നശിപ്പിച്ചു കളയും. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എനിക്കാ വണ്ടിക്ക് സമയമായി. രാജൻ നീ വീട്ടിൽ പോകുന്നില്ലേ? ഇല്ല. എടാ, ഒരു നിമിഷം മുമ്പേ വീട്ടിലെത്താൻ കാത്തിരിക്കുന്നവനാ ഞാൻ. കോളേജ് അടച്ചിട്ടും ബോർഡിംഗ് വിടാൻ നിനക്ക് ഇഷ്ടമല്ല. നീ എന്തൊരു ഫോളാടാ. അച്ഛനെ കാണാനാ ഞാൻ വീട്ടിൽ പോകണ്ട്. പക്ഷേ അച്ഛൻ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെന്തിനു പോണം? നീയും നിന്റെ ഒരു അച്ഛനും ഇങ്ങോട്ട് എണീക്കടാ. വണ്ടി തെറ്റിന്ന് ആകെ കൊഴി. ഇവന്റെ ഒരു ഒടുക്കത്തെ വായന.
ചേട്ടൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? വെറുതെ ഒരു രസത്തിന് വേണ്ടി. ഞാൻ അടുത്തുള്ളപ്പോ കിട്ടാത്ത രസം സ്വല്പം മദ്യം കഴിച്ചാൽ കിട്ടുമോ? ഞാൻ കുറച്ച് കുടിക്കട്ടെ? ഓ നോ. അതെന്താ? നീ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചേട്ടന്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാൻ ഞാൻ തയ്യാറാവണം, എന്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാൻ ചേട്ടൻ തയ്യാറില്ല അല്ലേ? നമ്മൾ ഒന്നാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നായിരിക്കണം. ചേട്ടൻ ഇനി ഒരിക്കലും കുടിക്കാൻ പാടില്ല. ഇല്ല ശാരദ, ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല. അങ്ങനെ ദീപക്കുഞ്ഞ് വരാൻ സമയമായി. കാർ അയക്കണ്ടേ? കുടിച്ചത് മതി. കുഞ്ഞ് വളരെ നാളുകൂടി അച്ഛനെ കാണാൻ ഓടി വരുന്നതല്ലേ. ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണ്, ഉപദേശിക്കാനൊന്നും എനിക്ക് അവകാശമില്ല. അമ്മയില്ലാത്ത കുഞ്ഞ് വല്ലപ്പോഴും കൂടി അച്ഛനെ കാണാൻ ഓടി വരുമ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരുന്ന പോയിട്ട് വരട്ടെ. എന്തിനാ മോളെ? ഇന്ന് ദീപേട്ടൻ വരുന്ന കാര്യം അമ്മ അങ്ങ് മറന്നോ? അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അവിടെ പോയി കണ്ടാ പോരെ. അമ്മാവൻ കാർ അയച്ചില്ലെങ്കിൽ ചേട്ടൻ വിഷമിക്കും. നമ്മുടെ കാറുമായി ചെന്ന് ഞാൻ വിളിച്ചോണ്ട് വരാം. രാജേട്ടൻ കാർ അയക്കാതിരിക്കില്ല. നിനക്ക് അവനെ കാണാൻ തിടുക്കമായി എന്ന് പറഞ്ഞാ പോരെ. ഞാൻ ഇപ്പൊ വരാം അമ്മേ. മോളെ, അപ്പച്ചിക്ക് അവനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതാര്? സന്ധ്യയോ? വലിയ വീട്ടിലെ കുഞ്ഞ് ഈ പണി എന്ന് തുടങ്ങി. ചുമടെടുക്കാൻ പറ്റിയ വേഷമല്ലിത്. അതുകൊണ്ട് തൽക്കാല സാധനങ്ങൾ കാറിലേക്ക് വെക്കും. വേണ്ട, ഞാൻ നടന്നു വന്നോളാം. ഓ, അധികം ജാടയൊന്നും കാണിക്കണ്ട കേട്ടോ. തീർത്താ കയറിയിരിക്കൂ. ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? സുഖമായിരുന്നു. എന്റെ ഇടയ്ക്കൊന്ന് വരാഞ്ഞത്? വരണമെന്ന് തോന്നിയില്ല. എല്ലാ ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കുമായിരുന്നു. ആർക്കു വേണ്ടി? ദീപേട്ടന് വേണ്ടി. അങ്ങനെ വിളിക്കണ്ട. Yes, Rashid are here. What? ഞാറ് പറഞ്ഞു. കുഴപ്പം വല്ലതും ഉണ്ടായോ? ഞാനിതാ വന്നേക്കാം. അങ്ങനെ ദീപക്കുഞ്ഞ് വന്നോ? അവൻ ഈ വീട്ടിൽ കാലുകുത്തിയ ഉടനെ അതിന്റെ അനുഭവം ഉണ്ടായി. എന്റെ ലോറി പറഞ്ഞു.
മോളെ രാധേ ഫാദേഴ്സിന്റെ പെട്ടി എടുത്തോണ്ട് പോവാ. ഞാൻ വരുന്നച്ചാ. ഗോപാല, നീ എന്താ താമസിച്ചത്? ഇന്നലെ മണി കൂടിപ്പോയാ തന്നെ ഇപ്പഴാ എഴുന്നേറ്റ്. അല്ല, ഈ സുനയും കൊണ്ടാണോ പോകുന്നത്? എടാ, ലേഡീസ് പള്ളിക്കൂടത്തിന്റെ അടുത്തേക്കല്ലേ പോകുന്നത്? ഈ സാധനങ്ങളൊക്കെ ധാരാളം മതി. ഇതുകൊണ്ട് പോയാലേ എനിക്കും തല്ലി കിട്ടും. എടാ, ഫൂൾ ഡൗണെ കുഴിയാനയെ കൊമ്പനാനയാക്കി അതിന്റെ വാല് മാത്രം ലേലം ചെയ്ത് കൊമ്പനാനയുടെ വില മേടിക്കുന്നവനാ ഈ ലേലം പിള്ള. മോളെ, ആ ബോക്സ് എവിടെ കൂടി? ഇയാളിന്നും അച്ഛനെ കൊണ്ട് കള്ളുകുടിപ്പിച്ചെങ്കിൽ വന്നേരെ ചെവിക്കുറ്റ നോക്കി തരുന്നുണ്ട്. അധികം പൊങ്ങാതെ നിലത്ത് നിൽക്കരുത് പെണ്ണേ. ഇല്ലെങ്കിൽ താൻ എന്താ ചെയ്യും? ചേ, മോള് വഴക്കുണ്ടാക്കണ്ട. അച്ഛൻ നിന്ന് ഡ്രിങ്ക് കുടിക്കൂല. ഡെഫിനറ്റ്ലി എന്നും ഇങ്ങനെ പറയും. ഇന്ന് ആരെയാ അച്ഛനെ ചീത്തയാക്കുന്നത്? തന്റെ അടുത്തേക്ക് ഞാൻ നോക്കത്തില്ല. പെടലി അടിച്ചിരിച്ചോളെ. തന്റെ അമ്മച്ചെന്ന് അടിക്കത്തേ ഉള്ളൂ. ചോടയുണ്ടെങ്കിൽ അടിച്ചു നോക്ക്. നീ ഒന്ന് അടങ്ങു മോളെ. എടാ ഗോപാല, ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാതെ പെണ്ണല്ലടാ. അവൾ എന്തെങ്കിലും പറയട്ടെ. ആശാനായി പെണ്ണെ വഷളാക്കുന്നത്. എടാ, തള്ളില്ലാത്ത പെണ്ണല്ലടാ. യു ഡോണ്ട് ടോക്ക് ഇൻ ദ ലേഡി. മോളെ, കുരുത്തക്കെടൊന്നും പോവാതെ അടങ്ങി ഒതുങ്ങിയ സ്ഥലത്ത് ഇരുന്നോളോ. അച്ഛൻ വരുമ്പോ മിഠായി കൊണ്ട് വരട്ടെ? എനിക്ക് മിഠായി ഒന്നും വേണ്ട. അച്ഛൻ കള്ളു കുടിക്കാതെ വന്നാ മതി. ശരി, എന്റെ പൊന്നു മോളാണ്. അച്ഛൻ്റെ ഡ്രിങ്ക് ലിക്കർ കൈയോണ്ട് തൊടൂല. അച്ഛന്റെ പൊന്നു മോള് അച്ഛനിന്ന് കുടിക്കൂല. എടാ ഗോപാല, യു പ്ലീസ് കം വിത്ത് മൈ ബാഗ്. അണ്ടർസ്റ്റാൻഡ്? തനിന്ന് അച്ഛനെ കൊണ്ട് കുടിപ്പിച്ചാലുണ്ടല്ലോ. അരെ ജാദുകുമാർ ജഗന്നാഥ് 5-13. കുട്ടികൾ എല്ലാവരും മുരുകൻ കൈയടിക്കണം. അമേരിക്കൻ കമ്പനിയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ പ്രത്യേകം തയ്യാർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ തരം പേന. ഈ പേന കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, ആധാരം എഴുതാം, ലവ് ലെറ്റർ എഴുതാം. മാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയുടെ പ്രചരണാർത്ഥം ഈ പേന ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരുന്നു. നിങ്ങൾക്കിത് വാങ്ങി വളച്ചു നോക്കാം, ഒടിച്ചു നോക്കാം, പൊട്ടിച്ചു നോക്കാം, എഴുതി നോക്കാം. ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു, വളയില്ല, ഒടിയില്ല, പൊട്ടില്ല, എഴുതില്ല. എഴുതും എഴുതും എഴുതും. മാത്രമല്ല, ഇതുകൊണ്ട് പ്രേമലേഖനം എഴുതി മൃഗത്തിന് കൊടുത്താൽ മൃഗം പോലും നിങ്ങളെ പ്രേമിക്കുമെന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഈ പേന ഞങ്ങളുടെ കമ്പനി ആവശ്യാർത്ഥം വളരെ തുച്ഛമായ വിലയ്ക്ക് ഏതാനും ബീഡികളുടെ കാശിന് വേണ്ടി നിങ്ങൾക്ക് ഇതാ ഞങ്ങൾ ലേലം ചെയ്ത് വെക്കുന്നു. കൂടുതൽ ആവശ്യക്കാർക്ക് വാങ്ങാം. 10 പൈസ. 10 പൈസ. 25 പൈസ. എത്ര? 25 പൈസ. എന്താ പേര്? എന്റെ പേരാ ഗോപാലൻ. ഗോപാലൻ 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 നിർലോഭമായി പണവുമായി 15 പൈസ. 30. നിനക്ക് എന്ത് തന്നെ സുഖാടി. നിന്റെ അന്തേന്ന് കാണട്ടെ. കള്ളും കുടിച്ച് ചെള്ളു അരിച്ച് നടക്കുന്ന നിനക്ക് ആരാടാ പെണ്ണ് തരുന്നത്? എന്റെ മകളെ കേട്ടാൻ രാജകുമാരന്മാര് വരടാ, രാജകുമാരന്മാർ. കിങ് ഓഫ് ദി മീനിങ് കിങ്. ആശാനെ, ആശാന്റെ വിറക്ക് വെട്ടിയും തൂക്കി കുറെ നാളുകൊണ്ട് പോവാതെ നടക്കില്ലേ? അങ്ങനെ അങ്ങ് തലയാതെ. എന്റെ മോളെ കെട്ടാൻ വിചാരിച്ച ആരും പെട്ടി ചുമന്ന് നടക്കേണ്ടവർ ആവശ്യമില്ല. മൈ ഡിയർ ഗോപാല, പെറ്റി അവിടെ വെച്ച് യു ഗോ ഔട്ട്സൈഡ് പ്ലീസ്. ആശാനെ, ആശാൻ നല്ല ഫിറ്റ്. വിടറാ വിടറാ. ആശാൻ 10 കുപ്പി അടിച്ച ആശാന്റെ മൂക്കൊന്നും വേർക്കൂല. അത് കളാ. കള്ളും കുടിച്ചോണ്ട് എങ്ങാണ്ട് കിടക്കുകയായിരിക്കും. എനിക്ക് വിശക്കണോ? ഞാൻ വല്ലതും കഴിക്കാൻ പോവാ.
കുഞ്ഞിനൊന്നും കഴിച്ചില്ലല്ലോ, ഈ പാല് കുടിക്ക്. എനിക്ക് വേണ്ട. ശാരദ കുഞ്ഞ് പെറ്റെന്നേ ഉള്ളൂ. എന്റെ മടിയിൽ കിടന്നാണ് കുഞ്ഞ് വളർന്നത്. കുഞ്ഞിനൊന്നും കഴിക്കാതെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. എന്റെ കുഞ്ഞിത് കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പെറ്റമ്മയല്ലല്ലോ, എനിക്ക് മക്കളുമില്ല. ഞാൻ പട്ടിണി കിടന്നാൽ ആർക്കാ ഛേദം? എന്റെ സ്നേഹം ആർക്ക് വേണം? എന്നെ സ്നേഹിക്കാൻ ആരാ? എന്റെ കുഞ്ഞു കുടിക്കും. രാധമുനക്ക് കോപം ആകാതടി മോളെ, രാധമുനക്ക് കോപം ആകാതടി മോളെ. സൈലന്റ് പ്ലീസ്, ഡോണ്ട് ടോക്ക് പ്ലീസ്. മോളെ മോളെ രാധേ, അല്ല നീ എന്തിനാടി പെണ്ണെ എന്നെ നോക്കണത്? ഞാൻ കുടിപ്പിച്ചതല്ല, ആശാൻ തനിയെ കുടിച്ചതാ. എന്റെ പൊന്നു മോളിങ് വന്ന് അച്ഛനെ എന്നൊരു തെറ്റ് പറ്റി, ക്ഷമിക്കടി മോളെ. നീ മേല അച്ഛൻ കള്ള് കൈകൊണ്ട് തൊടൂല. ഡോൺ ടച്ചബിലിറ്റി. അച്ഛൻ മോക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, മോള് തിന്നോ. എനിക്ക് വേണ്ട. പെണങ്ങാതടി മോളെ, എന്റെ പൊന്നു മോളല്ലേ മോളെ. മോള് പോയി അച്ഛന്റെ ചോറ് 2 ആയിട്ട് വിളമ്പണം. മിസ്റ്റർ ഗോപാലിനും ഉണ്ണണം. പോ മോളെ, പോ. ഡോണ്ട് വെരി, പോ. സിറ്റ് ഡൗൺ. ഇയാളെന്താ മീൻ വെട്ടുന്നിടത്ത് പട്ടിയിരുന്ന് നോക്കുമ്പോലെ നോക്കുന്നത്? നീ അഴിഞ്ഞോടി പെണ്ണെ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ആശാൻ സമ്മതിച്ചിട്ടുണ്ട്. കല്യാണമോ? അതെന്താ? എങ്ങനാടി ഞാനത് പറയുന്നത്? കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പൊ കാണിച്ചു. കല്യാണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലേടി, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ രാത്രിയില് നീ ഇതുപോലെ പായിടും. അപ്പോ ഞാൻ ഇച്ചിരി അമ്മനെ അടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. നീ പോണ്ടടി, ഇവിടെ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കിടക്കാം. അയ്യോ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് കിടന്നാലേ ഉറക്കം വരും. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിലേ അങ്ങ് വന്ന് കിടക്ക്. കൊള്ളാം. ഇവിടെ വന്ന് പതിയിരിക്കണോ? ദീപേട്ടനെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ചേട്ടന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അമ്മാവൻ വല്ലതും പറഞ്ഞോ? ഞാൻ വന്നിട്ട് ഇതുവരെ അച്ഛൻ എന്നോട് മിണ്ടിയിട്ട് പോലും ഇല്ല. അമ്മാവനൊരു ഭയങ്കരനാ. ചേട്ടനൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കേ. അമ്മയെ കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. അച്ഛൻ ഇങ്ങനെയും. എനിക്ക് ആരുമില്ല സന്ധി. ചേട്ടൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാനില്ലേ, എന്റെ അമ്മയില്ലേ. ചേട്ടൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. എനിക്ക് വേണ്ടി ആരും സങ്കടപ്പെടണമെന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഒറ്റയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കൊണ്ടാ ആവശ്യമില്ലാത്തൊക്കെ തോന്നുന്നത്. വാ ചേട്ടാ, നമുക്ക് നീന്തൽ മത്സരം കാണാൻ പോവാം. ഞാൻ വരുന്നില്ല. വാ ചേട്ടാ. നീ പോയിക്കോ. വരാൻ.
മഴ കുറഞ്ഞിട്ട് പോകാം. മഴ പെയ്തു പെയ്തു മണ്ണ് കുളിർത്തു മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. മഴ പെയ്തു പെയ്തു മണ്ണ് കുളിർത്തു മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. മഴ പെയ്തു പെയ്തു മണ്ണ് കുളിർത്തു മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. പച്ചച്ച പാടത്തെ പനന്തത്തയോ പഞ്ചവർണ്ണമിണങ്ങും പൈങ്കിളിയോ. പച്ചച്ച പാടത്തെ പനന്തത്തയോ പഞ്ചവർണ്ണമിണങ്ങും പൈങ്കിളിയോ. ഞാനീ പാട്ടുകാരനെ തൊഴും കളിത്തോഴിയല്ലോ. മനം തത്തയല്ല പൈങ്കിളിയല്ല, ഞാനീ പാട്ടുകാരനെ തൊഴും കളിത്തോഴിയല്ലോ. മഴ പെയ്തു പെയ്തു മണ്ണ് കുളിർത്തു മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. ഓർത്തിരിക്കും നിന്നെ മാത്രമീ സംഖ്യയിൽ ഓമനേ നീ എൻ സ്വന്തമല്ലേ. ഓർത്തിരിക്കും നിന്നെ മാത്രമീ സംഖ്യയിൽ ഓമനേ നീ എൻ സ്വന്തമല്ലേ. മഴ പെയ്തു പെയ്തു മണ്ണ് കുളിർത്തു മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. ഹൃദയ സരസിലേ കളഹംസമേ മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. മല്ലീശ്വര നെയ്തേതൻ മനം കുളിർത്തു. മഴ തോർന്നു പോണ്ടേ? സ്വാമി എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. കാളി മഹാകാളി കാനെ കുൻകുനാന ദക്ഷിണ വെച്ചിട്ട് ചോദിച്ചാട്ടെ.
എന്റെ ഇത്രയേ ഉള്ളൂ. ദക്ഷിണ സ്വാമിക്കല്ല, കാളിക്ക്, കാളി അമ്മയ്ക്ക്. മകൾക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ മച്ചിയാണെന്നും പറഞ്ഞ് എന്റെ കെട്ടിയവൻ എവിടെയോ പുറപ്പെട്ടു പോയി. പോയ ആള് തിരിച്ചു വരുമെന്നും എനിക്ക് പുത്രഭാഗ്യം ഉണ്ടാകുമെന്നും അറിയണം. പോയവൻ തിരിച്ചു വരത്തില്ല മകളെ. അയ്യോ, വരില്ലേ? എങ്കിലും പുത്രഭാഗ്യം ഉണ്ടാകും മകളെ. കെട്ടിയവനില്ലാതെ എങ്ങനെ സ്വാമി പുത്രഭാഗ്യം ഉണ്ടാകുന്നത്? മക്കൾ ഉണ്ടാകുന്നതിന് കെട്ടിയവൻ വരണമെന്നില്ല മകളെ. വല്ലപ്പോഴും കൂടി സ്വാമിയുടെ ആശ്രമത്തിൽ വന്ന് സ്വാമിയുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയാൽ മതി. ശരി സ്വാമി. കാനേ കൊങ്കുനാന. സലാം സ്വാമി. സ്വാമി വലിയ പുള്ളി എന്നാണ് എല്ലാരും പറയണത്. ഞാനോ? എനിക്കൊരു ചെറിയ കാര്യം സാധിച്ചു തന്നൂടെ സ്വാമി? കാളി, മഹാകാളി, സിദ്ധനായ നമ്മെ കൊണ്ട് നടക്കാത്തായിട്ടൊന്നുമില്ല മകനെ. എന്തു വേണം? ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് ഒരു പെണ്ണുമായിട്ട് ഇച്ചിരി അടുപ്പമുണ്ട്. പക്ഷെ അവൾ അടുക്കണില്ല. സ്വാമി എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വളച്ചു തരണം സ്വാമി. കാളി, മഹാകാളി, കാര്യം നടക്കും. നടക്കൂ? അല്പ പണച്ചെലവുണ്ട്. എത്ര രൂപ വേണ്ടി വരും സ്വാമി? 25 രൂപയ്ക്ക് കാര്യം ശുഭം. എന്റെ ഉള്ള 7 രൂപ ആയിരിക്കും. ബാക്കി ഉടനെ എത്തിക്കും. പിന്നെ കാര്യം നടന്നില്ലെങ്കിൽ സ്വാമിയുടെ ആപ്പീസ് ഞാൻ പൂട്ടിക്കും. ആ, സ്വാമിയുടെ ആഫീസ് നേരത്തെ പൂട്ടിയിട്ടിരിക്കാം മകനെ. കാനേ കൊൻകുനാന. ഈ വാഴക്കിടപ്പിലൊന്നും അടിച്ചു വരാമോ? ആശാന്തിയടി പുറത്തേക്ക് പോയി. ഇയാളിതൊന്നും അടിച്ചതാ. കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ പൊക്കിത്തരാം. നീ ഓടിച്ചോ. കാണാൻ നല്ല ഭംഗിയല്ലേ ചേട്ടാ? നമുക്ക് ഈ ആറ്റിലിറങ്ങി ഒന്ന് കുളിക്കാം. വേണ്ട. എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട. ആണ്ടിലൊരിക്കലാ വരുന്നത്. വന്നാ പിന്നെ മുഖവും വീർപ്പിച്ചു ഒറ്റയ്ക്ക് എവിടെങ്കിലും ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്നോട് ഒരു സ്നേഹവും. നീയുള്ളത് കൊണ്ടാ വല്ലപ്പോഴെങ്കിലും ഇവിടെ വരുന്നത്. എനിക്കറിയില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ചേട്ടാ. വരൂ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. എന്തിന്? അമ്മാവിന്റെ മനസ്സ് മാറാനും ദീപേട്ടന്റെ സന്തോഷത്തിനും വേണ്ടി. ദീപു, പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാനേജറോട് ചോദിച്ചാൽ മതി. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. കേൾക്കണമെന്നില്ല. നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ബാങ്കുമായുള്ള ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ? അതെങ്കിലും നിലനിർത്താൻ നീ ശ്രമിക്കൂ. ഞാൻ എന്തു തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. നിനക്ക് ജന്മം തന്നു, പിന്നെ നിന്നെ ഇതുവരെ വളർത്തി. ഇത് രണ്ടും എന്റെ കുറ്റം കൊണ്ടല്ല. സമ്മതിച്ചു. അതിന്റെ ശിക്ഷയും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വിശദീകരണം ആവശ്യമില്ല, പൊയ്ക്കോളൂ. അമ്മയെ കൊന്നു, അച്ഛനെ കൊല്ലാതെ കൊല്ലുന്നു. എല്ലാം നശിപ്പിക്കാൻ പിറന്ന ചെകുത്താന്റെ ദീപക്കുഞ്ഞ് നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടും. ആ കണ്ണീര് കണ്ടുകൊണ്ട് ഇനി ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. ചേട്ടന്റെ സ്വഭാവം ഭവാനിയമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? ദീപുവിന്റെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേ മട്ടാകെ മാറും. ദീപക്കുഞ്ഞ് എന്തെങ്കിലും കടുങ്കൈ കാണിക്കുന്നതിന് മുൻപ് വേണ്ടത് ചെയ്യണം. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ എന്ത് വേണമെന്ന ലക്ഷ്മിക്കുട്ടി പറയുന്നത്? എല്ലാ ജീവിത സൗകര്യങ്ങളും അവന് വിടില്ലേ?
ആവശ്യത്തിന് പണം ഞാൻ കൊടുക്കുന്നില്ലേ? അവന് വേണ്ടുന്നത് അച്ഛന്റെ സ്നേഹമാണ്. എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, ചേട്ടൻ അവനെ നശിപ്പിക്കരുത്. എല്ലാ നാശവും അവന് വേണ്ടി സ്വയം ഏറ്റുവാങ്ങുന്നവനാണ് ഞാൻ. അല്പം കൂടി ദയ കാണിക്കൂ ചേട്ടാ. അത് കാണിക്കുന്നത് കൊണ്ടാണ് ആ ചെകുത്താൻ നിന്നും ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അവന് ഞാൻ വെടിവെച്ചു കൊല്ലുമായിരുന്നു. ആശാനെ, ആശാനെ, കയ്യിലെന്തോടി വേണ്ടേ? ഇതോ? ഇതേ അയലത്തെ അമ്മളിക്കുട്ടി കൊണ്ട് വന്നതാ. പ്രായമായ പെണ്ണുങ്ങൾക്ക് ഇടാനുള്ളതാ. അതിന് നിനക്ക് പ്രായമായോ? ഇയാളിതൊന്നിട്ട് തരുമോ? ആ, അതോട്ട് വരുന്നില്ലേ? നിനക്ക് ഞാനില്ലടി പെണ്ണെ. എന്നെ പ്രസവിച്ചത് കൊണ്ടാണ് എന്റെ അമ്മ മരിച്ചതെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. നേരാണോ അമ്മേ? ദീപു, വെറുതെ എന്തിനാ അമ്മാവനുമായിട്ട് വഴക്കിന് പോകുന്നത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നതുകൊണ്ടാ ആവശ്യമില്ലാത്തൊക്കെ തോന്നുന്നത്. വരൂ, നമുക്കൊരു മോർണിംഗ് ഷോയ്ക്ക് പോവാം. ഞാൻ വരുന്നില്ല. വാശി പിടിക്കാതെ വരൂ ചേട്ടാ. ഇവിടെ പെണ്ണെ, ഞാൻ വിടില്ല, വന്നേ പറ്റൂ. വിടാനാ പറഞ്ഞത്? വിടില്ല. സന്ധ്യ, എന്നോട് പിണക്കമാണല്ലേ? ദീപേട്ടനോട് ക്ഷമിക്ക്. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അറിയാതെ തല്ലിപ്പോയതാ. നിനക്ക് വല്ലാതെ വേദനിച്ചു കാണും. ഞാൻ ഇനി ദീപേട്ടനെ കാണാൻ വരില്ല, മിണ്ടത്തുമില്ല. ഇനി നീ എന്നെ കാണത്തില്ല സന്ധ്യ. നീ മാത്രമല്ല, ആരും. ദീപേട്ടാ, അപ്പൊ നിനക്കെന്നോട് സ്നേഹമുണ്ട്. എനിക്ക് സ്നേഹിക്കാൻ എന്റെ ദീപേട്ടനല്ലാതെ മറ്റാരുമില്ലല്ലോ. ഞാൻ പറഞ്ഞാ നീ കേക്കോ? എന്തു പറഞ്ഞാലും. എന്നാലേ എനിക്കൊരു ഉമ്മതാ. ചതയ നക്ഷത്രമാണോ? ഈ ചീട്ടാണോ? ഈ ചീട്ട് തന്നെയോ? ആ എങ്കിലും ടാറ്റ കൊടുക്ക്. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഒരു ഉന്നത കുടുംബത്തിൽ നിന്ന്
സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വരും. എപ്പോ വരും? ഉടനെ വരും. എനിക്ക് എത്ര മക്കളുണ്ടാവുമെന്ന് പറയാമോ? നിങ്ങൾക്ക് രാജകുമാരനെ പോലെ ഒരു മകനുണ്ടാവും. ഇനിയെങ്കിലും പിടിവാശി കളയൂ ചേട്ടാ. ദീപു എവിടെയുണ്ടെന്നൊന്ന് അന്വേഷിക്കൂ. അവനെന്റെ ആരുമല്ല. അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. ബാഗുണ്ട്, തട്ടികളെ. പട്ടിണി കിടന്നാൽ നിന്റെ ശരീരമാണ് മോശമാകുന്നത്. മോളെ വിഷമിക്കണ്ട, ദീപ് തിരിച്ചു വരും. എനിക്ക് വിശ്വാസമില്ല അമ്മേ. അഞ്ചും മൂന്നും കൂട്ടി വിട്ടാൽ ആകുമേ 8. അഞ്ചും മൂന്നും കൂട്ടി വിട്ടാൽ ആകുമേ 8. സാർ, പെട്ടി ഞാൻ എടുത്തോളാം. എടാ പയ്യനെ, വർഷം 30 30 years ഈ പെട്ടി എന്റെ ചുമലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവനല്ല, ഇവന്റെ ഫാദേഴ്സ് പെട്ടി എന്റെ ചുമലിലിരിക്കും. സാർ, വയറ് വിശന്നിട്ടാ സാർ, എന്തെങ്കിലും തന്നാ മതി. പെട്ടി ഞാൻ എടുത്തോണ്ട് തരാം. എടാ, നിന്നെ കണ്ടിട്ട് കൊള്ളാവുന്ന ലാൻഡ് ലോഡ് വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നല്ലോ. കുറെ ദൂരെയാ, ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. എന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം 2 പേർ തട്ടിയെടുത്തു. നിനക്ക് വേണ്ടപ്പെട്ട ഫാമിലീസ് ഒന്നും നിന്റെ വീട്ടിലില്ല? ഇല്ല. ഫാദേഴ്സും മദേഴ്സും ഒന്നും? പാവം. 1 rupees. നീ പോയി വയറ് നിറച്ച് കാപ്പിയും ഫുഡും ഒക്കെ കഴിച്ചു പോ. വേണ്ട സാർ, ചുമ്മാതെ എനിക്ക് കാശ് വേണ്ട. വെരി ഗുഡ്. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാനൊരു വർക്ക് ശരിപ്പെടുത്തി തരാം.
ഡെഫിനറ്റ്ലി വരുന്നോ? വരാം സാർ. വെരി ഗുഡ്. കം ഓൺ. യു ഡോണ്ട് ടച്ച് മൈ ബോക്സ് ഈസ് വെരി കോസ്റ്റ്ലി ഫോർ 5. കം ഓൺ. മോളെ രാധേ, നീ എവിടെ മോളെ? അച്ഛൻ കമ്മിങ്. ദിസ് ഈസ് മൈ മകൾ രാധ. ഈ ചെറുക്കനെ ഏതാച്ചാ? അങ്ങ് ദൂരെ എവിടെയോ ഉള്ളതാ. ഏതോ തെമ്മാടികൾ ഇവന്റെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിച്ച് അടിച്ച് വഴിയിട്ടിരിക്കുന്നു. ആരും ഇല്ലാത്തവരാന്നാ പറയുന്നത്. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഒരു ഉന്നത കുടുംബത്തിൽ നിന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വരും. പഴയ കിടന്നതിനെയൊക്കെ വലിച്ചെടുത്ത് ഇങ്ങോട്ടെന്തിനാ കൊണ്ടുവന്നത്? മോളെ, ഇവൻ ഈസ് വെരി പാവം. വിശന്ന് തളർന്നാ വരുന്നത്. നീ കുറച്ച് ചോറ് വിളമ്പി ഇവന് കൊടുക്കണം. വരുന്നവർക്കൊക്കെ ചോറ് കൊടുക്കാൻ എന്താ ഹോട്ടലാണോ? അവൾ അങ്ങനെയൊക്കെ പറയും. നീ അതൊന്നും ഒരു കാര്യമാക്കേണ്ട കാര്യമില്ല. ഇവിടെ സിറ്റ് ഡൗൺ. ദിസ് ഈസ് മൈ വേ. ഞാൻ പോയി കുളിച്ചിട്ട് വേണം. ഐ ആം ഗോയിങ് കുളിക്കാൻ. വെളുക്കുമ്പം കുളിക്കുവാൻ എനിക്ക് ചോറ് വേണ്ട. എന്നാലേ ആൾമായസോണ്ടൊക്കെ തരാം. ജാട കാണിക്കാതെ എടുത്ത് തിന്നി എടുക്കാം. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ചെറുക്കൻ എന്നെ അറിഞ്ഞൂടാഞ്ഞിട്ടാ. തിന്നില്ലെങ്കിലേ ഭാര്യ വായിക്കാത്ത കുത്തിക്ക് പറഞ്ഞേക്കാം. എനിക്ക് നല്ല സുഖമില്ല. പനിയാണെന്ന് തോന്നുന്നു. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ചെറുക്കൻ എത്തിരി നേരം എവിടെയാണ്? ഞാൻ കുരുമുളക് കാപ്പി അനത്തിക്കൊണ്ടുവരാം. ഈ കഷായം കുടിക്കും. മല്ലിയും ചക്കരയും ദോശയും കുരുമുളകും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ. പനി ഇപ്പൊ മാറും. എന്താ മോളെ? നല്ല പനിയുണ്ട് സാർ. നല്ല പനിയാ മോനെ. ഇത് കുടിക്കേ, വലിച്ചു ഇപ്പം. നല്ല പുറത്ത് കളിക്കാൻ പഠിപ്പിച്ചോ. അതിലേക്കെല്ലാം കൊണ്ടുപോവാ. പച്ചക്കപ്പതിന്നിട്ട് നദിക്കൊരു കുട്ടി മാരിച്ചാലേ. മോളെ, എന്നാ മിഠായി. യു ഗോ. യു കം ഹിയർ. എടാ, നിനക്ക് ഞാനൊരു വേക്കൻസി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? എന്താണ് എടാ വേക്കൻസി എന്ന് പറഞ്ഞാൽ ജോലി. എവിടെയാണ് അമ്മാവ? ഇവിടെ അടുത്ത് തന്നെ. പക്ഷേ നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്ത് പനിയാച്ച?
യു ഡോണ്ട് വെറി. എഴുത്തും കുത്തൊന്നുമല്ല, ചകിരി പിച്ചൽ വേക്കൻസ്. അതിന് ഈ ചെറുക്കം കൊള്ളാമോ? എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്. എന്നാൽ ടുമാറോ മുതൽ നീ ആ വേക്കൻസിന് പോയിട്ട് വേറൊരു വേക്കൻസി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കാം. മോളെ, കുളിക്കാനുള്ള വാട്ടർ ചൂടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. രാജേ, എന്താ? ഹായ്, എന്തൊക്കെയാ ഇത്? നീ ഇതൊക്കെ കൊണ്ടുപോയി വല്ലതൊക്കെ ഉണ്ടാക്ക്. ഇതൊക്കെ വാങ്ങാൻ കാശോട് നീട്ടി. എനിക്കിന്ന് ശമ്പളം കിട്ടി. അച്ഛൻ വന്നോ? അച്ഛൻ ഇന്ന് എങ്ങും പോയില്ല. മേലിൽ തോന്നുന്നു പറഞ്ഞ അകത്ത് കിടക്കുക. മരുന്ന് വാങ്ങിച്ചോ? വാങ്ങിച്ചാലും കുടിക്കത്തില്ല. പിന്നെ ഇവിടെ കാശും ഇല്ലായിരുന്നു. രാധേ, ഇനി ഇത്രേ ബാക്കിയുള്ളൂ. പറ്റുമെങ്കിൽ ഇതിന് മരുന്ന് വാങ്ങിക്കേ. അയ്യോ, ഇത് തികയത്തില്ല. നമുക്ക് പിന്നെ വാങ്ങാം. ബാ. അച്ഛാ, ഇത് കണ്ടോ? ഇതൊക്കെ ഈ ചെറുക്കൻ വാങ്ങിക്കൊണ്ട് വന്നതാ. നീ എന്തിനാടാ മോനെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അസുഖം എങ്ങനുണ്ട്? മരുന്ന് വാങ്ങണ്ടേ? ഓ, നെവർ മൈൻഡ്, ഡോണ്ട് വെറി. ഓക്കെ, 2 ദിവസം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. നീ എന്തിനാടി മോളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി വല്ലതും ഉണ്ടാക്ക്. മോനെ, വിഷമം പിടിച്ച ജോലിയാണ് ഇല്ലേ? 2 ദിവസത്തെ വിഷമേ ഉണ്ടാവോ മാവ? അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്ന വീടാണ്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ അന്ന് പട്ടിണിയാണ്. ഇനി എന്തായാലും അമ്മാവും ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ എന്തായാലും എനിക്കും ജോലി ഉണ്ടല്ലോ. മോനെ, എന്താ ഇത്? മിഠായി നിനക്ക് തിന്നാൻ. വേണ്ടെങ്കിൽ ഞാൻ വേറെ കൊടുക്കും പറഞ്ഞേക്കാം. അയ്യോ, ഒന്നിന് തന്നേരം ഞാൻ തിന്നേക്കാം. അതെന്താ, അച്ഛന് മരുന്നാണോ? ഇത്ര വലിയ കുപ്പിയില്ലോ? നോക്കട്ടെ. വേണ്ട, ഞാൻ കൊടുത്തോളാം. നോക്കട്ടെ. വീടിനാവേ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? കള്ള്. ഇയാളും എന്റെ അച്ഛനെ കൊണ്ട് കള്ളു കുടിപ്പിക്കാൻ പോവാണ്. കള്ളു കുടിച്ച എന്റെ അച്ഛൻ ഇങ്ങനെ ആയത്. ഇതാ, ഇനി മേലാൽ എന്റെ അച്ഛന് കള്ളു വാങ്ങിച്ചു കൊടുക്കല്ലേ. ദൈവമാണ് മോനെ നിന്നെ എനിക്ക് കൊണ്ടു തന്നത്.
ഒരു മോനില്ലാത്ത സങ്കടം ഇപ്പൊ എനിക്ക് മാറി. ഓ, ഞാൻ ചത്ത എന്റെ മോളെ നോക്കാൻ ആരുമില്ലല്ലോ എന്നായിരുന്നു എന്റെ ഫീലിംഗ്. നീ പേടിക്കണ്ടേ മോളെ, എന്റെ മോളെ നോക്കാൻ ആളുണ്ട്. എന്റെ പൊന്നു മോൻ നിന്നെ നോക്കിക്കോളും. ഞാൻ കള്ളു കുടിക്കുന്നത് എന്റെ മോക്ക് ഇഷ്ടല്ല. എന്തിനാ അമ്മാവൻ കള്ളു കുടിക്കുന്നേ? ലൈഫ് ടൈമിൽ സംതിങ് സുഖമൊക്കെ വേണ്ട മോനെ. അമ്മയില്ലാത്ത പാവം പെണ്ണാ രാധ. അവളുടെ കണ്ണീരിനേക്കാ വലുതാണോ അമ്മാവ കള്ളു കുടിച്ചാൽ കിട്ടുന്ന സുഖം? ഇല്ലട മോനെ, ഞാൻ നീ കുടിക്കൂല. ഇനി ഞാൻ കള്ളു കുടിക്കൂല. ഇതെന്റെ അവസാനത്തെ കുടി. അവസാനം. രാധേ, അയ്യോ, എന്താ ഇത്? പിച്ചുവണ്ടി തട്ടി കൈയൊന്ന് മുറിഞ്ഞു. വലിയ മുറിവാണോ? സാരമില്ല, മരുന്നെത്തിച്ചോ? എന്നാ മോനെ നീ ഈ കൈ കൊണ്ടുപോയി ആ മിഷനിലിട്ടത്? ദൈവം കാത്തതാ, അല്ലെ കൈ 2 കഷ്ണമായി പോകേണ്ടതാ. കുറച്ചൊക്കെ ഡോൺ കെയർ ആയിരിക്കണ്ടേ? ഒരബദ്ധം പറ്റിയതാ. എന്തോന്ന് അബദ്ധം? അങ്ങനെ അബദ്ധമൊന്നും പറ്റണ്ട. നീ ചള്ളു വേക്കൻസി പോകണ്ട. ഇനി വേറൊരു വേക്കൻസി കിട്ടുന്നവരെ ഉള്ളതും കഴിച്ച് നമുക്ക് ഇവിടെ എങ്ങാനും കൂടാ. മോളെ, മോളെ, എന്തോ? ആ, നീ ഇവന്റെ കാര്യത്തിൽ പ്രത്യേകം കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ചോറ് വിളമ്പിട്ടുണ്ടോ? എന്നാ പറയണ്ടേ? വാ, നമുക്ക് പോയി ഊണ് കഴിക്കാം. ഞാൻ വാരിത്തരാം. വാ. ചോറിന് സ്പൂണുണ്ടോ? ഊണുണ്ടോന്നോ? പിന്നെ ഇരിക്കുന്ന എന്തോന്നാ? കരണ്ടി ഉണ്ടോന്നാ ചോദിച്ചത്. ഇവിടെ കരണ്ടിയും കൊരണ്ടിയും ഒന്നുമില്ല. ചെറിയ തവി മതിയോ? മതി. ഇങ്ങനെ തിന്നാലേ മുഴുവൻ ചോറും വയറ്റി പോവില്ല. ഞാൻ ഒരുക്കി തരാം. ഞാൻ കൊരൊഴിച്ചു തരാം. വേണ്ട രാധേ, ഞാൻ കുളിച്ചോളാം. ഇനി തരാനല്ലേ പറഞ്ഞത്?
എന്താ വായിക്കുന്നേ? ഇതൊരു മാസികയാണ്. നിറയെ പടങ്ങളുണ്ടല്ലോ. അയ്യേ, നല്ല പട്ട് പടങ്ങള്. നിനക്ക് വായിക്കാൻ അറിയില്ലേ? കൊച്ചിലെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛൻ പഠിക്കാൻ വിട്ടില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, എഴുതാനും വായിക്കാനും. നിന്നെ ഞാൻ പഠിപ്പിക്കാം. അതിന് ഇയാൾ എന്നും ഇവിടെ കാണുമോ? നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ എന്നും ഇവിടെ താമസിക്കും. എനിക്ക് ഇഷ്ടമാ. അപ്പോ എന്നെ ഇഷ്ടമാണോ? കുളിക്കുന്നില്ലേ? പെണ്ണാകെ അങ്ങ് മാറി. ആ ചാന്തുപ്പി എടുത്തതാ. പൊട്ടിടാനാണോ? ഞാനിട്ട് തരാം. വേണ്ട, എടുത്തു തന്നാ മതി. അതെന്താ? ഞാനിട്ടാ ശരിയാവില്ലേ? പിന്നെന്താ? ഇപ്പൊ വേണ്ട. എന്നാലേ ഇപ്പൊ എടുത്തു തരാൻ മനസ്സില്ല. കളിക്കതിങ്ങി എടുത്തതാ. ഞാൻ അങ്ങോട്ട് കേറത്തില്ല. പൊട്ടിടണമെങ്കിൽ അകത്തുവാ. എനിക്ക് അകത്ത് കയറാൻ പാടില്ല. അതെന്താ? ഞാൻ പോവാ. ചാന്തുകുപ്പി എനിക്കല്ല, അയലത്തെ അമ്മനെ കുട്ടിക്കാം. ഓഹോ, അങ്ങനെയാണോ? ശരി, ഇതാ പിടിച്ചോ. ഓഹോ, എന്ന് എന്റെ അനുവാദം വാങ്ങിയല്ല അവനോടൊന്ന് ഇറങ്ങിപ്പോയത്. അവനിവിടെ തിരിച്ചു വരുന്നതിനും എന്റെ അനുവാദം ആവശ്യമില്ല. ദീപേട്ടൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇനിയും അമ്മാവനോട് പോയി വിളിക്കാതിരിക്കുന്നത് കഷ്ടമാണ്. അമ്മാവൻ വിളിച്ചാൽ ദീപേട്ടൻ തീർച്ചയായും വരും. പരാജയം എനിക്ക് പരിചയമില്ലാത്തൊരു വിഷയമാണ്. അച്ഛനേക്കാൾ വലുതാണ് എനിക്കെന്റെ അമ്മാവൻ. എന്റെ ആഗ്രഹങ്ങളൊന്നും അമ്മാവൻ സാധിച്ചു തരാതിരുന്നിട്ടില്ല. മറ്റെന്ത് വേണമെങ്കിലും നിനക്കെന്നോട് ആവശ്യപ്പെടാം. വേണ്ട മാവ, ഇനി ഒരിക്കലും ഞാൻ എന്റെ അമ്മാവനോട് ഒന്നും ആവശ്യപ്പെടില്ല. അയ്യോ, എന്തൊരിടിയും മഴയും. അച്ഛനെ കാണുന്നില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. അമ്മാവൻ മഴ തോർന്നാലെങ്കിൽ എത്തില്ലേ? നീ പോയി കിടന്നുറങ്ങി.
അച്ഛനെ കാണാൻ എനിക്ക് ഉറക്കം വരത്തില്ല. പാതിരാത്രി കഴിഞ്ഞു. ഒരിക്കലും എന്റെ അച്ഛൻ ഇത്രയും താമസിച്ചിട്ടില്ല. ഈ മഴയത്ത് എങ്ങനെയാ വരുന്നത്? എവിടെങ്കിലും കേറി നിൽപ്പുണ്ടാവും. എന്താ രാമൻകുട്ടി, വെള്ളം മുങ്ങി? അയ്യോ, അപ്പൊ എന്റെ അച്ഛൻ? പിള്ളച്ചേട്ടന്റെ ഒരു വിവരമില്ല. രാധേ, നീ എന്തിനാ കരയുന്നത്? പോകേണ്ടവരങ്ങ് പോയില്ലേ? സമാധാനമായിരിക്കും രാധേ. അച്ഛൻ പോയെങ്കിൽ നിനക്ക് ഞാനുണ്ട്. വാ, വന്നു വല്ലതും കഴിക്ക്. വരൂ. ദീപു, ഈ തെണ്ടിപ്പെണ്ണിന്റെ കൂടെ കുഴഞ്ഞാടാനാണ് നീ വീടോട്ട് ഓടിപ്പോന്നത്. ആരോരുമില്ലാത്ത ഈ വീട്ടിൽ നിനക്കെന്ത് കാര്യം? അച്ഛാ, മിണ്ടി പോരുത്. നടന്നെ കൊണ്ട് ഇത് വിടൂ, ഞാൻ വരുന്നില്ല. ദീപേട്ടനെ കാണാഞ്ഞ് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? എന്നോടൊരു വാക്കുപോലും പറയാതെ ദീപേട്ടൻ പൊയ്ക്കളഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും തിരിച്ചു വരണമെന്ന് വിചാരിച്ചതല്ല. അമ്മാവൻ വന്നില്ലായിരുന്നെങ്കിൽ ദീപേട്ടൻ വരില്ലായിരുന്നു അല്ലേ? എന്നെ തനിച്ചു വിട്ടേച്ചു പോകാൻ ദീപേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? ഏതായാലും തിരിച്ചു വന്നല്ലോ. ഇനി ഞാൻ ദീപേട്ടനെ എങ്ങും വിടത്തില്ല. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പേരെന്താ? രാധ. കാണാൻ കൊള്ളാമോ? നിന്റെ അത്ര സൗന്ദര്യമില്ല. പഠിക്കുന്നുണ്ടോ? അവൾ പഠിച്ചിട്ടേ ഇല്ല. അയ്യേ, തീരെ പാവങ്ങളാണല്ലേ. അവിടെ താമസിക്കാൻ ദീപേട്ടൻ എങ്ങനെ തോന്നി? അവർ പാവങ്ങളാണെങ്കിലും പണക്കാർക്കില്ലാത്ത മറ്റു പലതും അവർക്കുണ്ട്. അതെന്താ ചേട്ടാ? അവർക്ക് സ്നേഹിക്കാനറിയാം. അപ്പോ ഞങ്ങളാരും ചേട്ടനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സ്നേഹത്തിന്റെ കാര്യമല്ല. പിന്നെ? അത് നിനക്കറിയില്ല. ദീപേട്ടന് എന്നേക്കാൾ ഇഷ്ടം അവളെയാ. അല്ല, നീ കരയാൻ തുടങ്ങാണോ? മണ്ടിപ്പെണ്ണ്, നീ കരയാതെ. എനിക്ക് അവളെക്കാൾ ഇഷ്ടം നിന്നോടാ. ഇന്ന് വാ. നീ എന്താ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ആശാൻ മരിച്ചിട്ട് 5-8 ദിവസം കഴിഞ്ഞില്ലേ? നീ വല്ലതും കഴിച്ചോ? ഞാൻ പോയി വല്ലതും വാങ്ങിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആശാനോ പോയി. ആശാൻ ഉണ്ടാക്കിയിരുന്ന ആ വായ്നോക്ക് ചെറുക്കനും പോയി. ഞാൻ എന്തിനാ വന്നേ? നിന്നോടൊരു കാര്യം പറയാൻ. എന്നെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്നായിരുന്നു ആശാന്റെ ആഗ്രഹം. ഇയാൾക്കിപ്പോ എന്ത് വേണം? 4 ആളിന്റെ മുൻപ് വെച്ച് നിനക്ക് പുടവ തന്നിട്ട് ഞാൻ നിന്റെ കൂടെ അങ്ങ് താമസിച്ചോളാം. എനിക്ക് മനസ്സില്ല തന്റെ കൂടെ താമസിക്കാൻ. ആ തൊലി വെളുത്ത ചെറുക്കിന് വേണ്ടി നീ ഇനിയും മഞ്ഞുകൊള്ളണ്ടടി. ഞാൻ ഇന്നു മുതലേ ഇവിടെ കയറി താമസിച്ചാലും ആരും ഒരു അക്ഷരം വിട്ടില്ല. താൻ പോകുന്നതാ നല്ലത്. അങ്ങനെ അങ്ങ് പോവാനോ? പോയില്ലെങ്കിലേ ഇവിടെ കറക്കത്തിരിപ്പുണ്ട്. ഒന്ന് അടങ്ങി നില്ലടി പെണ്ണെ. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇറങ്ങിപ്പോടോ, ഇല്ലെങ്കിൽ ഞാൻ നിലവിളിച്ച് ആളെ കൂട്ടും. പോടോ, ഇറങ്ങിപ്പോടോ. പോലല്ല പറഞ്ഞത്. എടേ, ഞാൻ ഇപ്പൊ പോവാം. പക്ഷെ നീ സൂക്ഷിച്ചോ. പിന്നെ ദീപേട്ടൻ നാളെ പോവുമല്ലേ?
ഇനി എന്ന് വരും? എന്നെങ്കിലും. അവിടെ ചെന്നാ എനിക്ക് കത്തുകൾ അയക്കോ? ശ്രമിക്കാം. ദൈവത്തിന് വിഷമിക്കണ്ട. ഞാൻ അച്ഛൻ എല്ലാം എഴുതിയിട്ടുണ്ട്. കൽക്കട്ടയിൽ ചേട്ടന് നല്ല സുഖമായിരിക്കും. ഇനി വരുമ്പോ ചേട്ടൻ എന്നെ കൂടെ കൊണ്ടുപോവോ? കൊണ്ടുപോകാം. ചേട്ടൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്കാവും. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? വാ. ആരാത്? ഏത് പക്ഷിയുണ്ടെങ്കിൽ ചേട്ടാ വേണ്ട, അയാളെ കൊല്ലണ്ട. നീ മനുഷ്യനാണോ? നിനക്കും ഇല്ലടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ? ചോദിക്കാനും പറയാനും ആരോരുമല്ലാത്ത ഈ പാവം പെണ്ണിനോട് നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ദ്രോഹി. ഞാൻ തോറ്റുപോയെന്ന് വിചാരിക്കാം. നേരം വെളുക്കുന്നതിന് മുമ്പ് രണ്ടിനെയും ഞാൻ ശരിപ്പെടുത്തും. നാളെ നേരം വിളിക്കുന്നതിന് മുൻപ് എവിടെയെങ്കിലും പോകും ദീപേട്ട. അയാൾ ആൾക്ക് എങ്ങനെ? ഇല്ല രാജ, ഒരിക്കലുമില്ല. നിന്നെ വിട്ട്
ഞാനെങ്ങും പോയില്ല. ദീപു പോകണം. അവൻ ഈ നാട്ടുകാരനാ, അതുകൊണ്ട് നാട്ടുകാരും അവന്റെ കൂടെ നിൽക്കും. എന്റെ പൊന്നു ദീപു അല്ലേ, ഉടനെ പോകണം. എങ്കിൽ നീ കൂടി വാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, ഒരുമിച്ച് ജീവിക്കാം. ഭവാനിയമ്മേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞാനവനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇനിയും ഞാനവനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ ഭാസ്കരനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്ഥലത്തേക്കാ ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. എന്തിനാ കുഞ്ഞെ? താമസിക്കാൻ. അതിനവിടെ വീടൊന്നുമില്ലല്ലോ. എനിക്ക് അവിടെ ഒരു കൊച്ചു കുടിലുണ്ടാക്കണം. അതിനാവശ്യമുള്ളതൊക്കെ വാങ്ങി തന്നാ മതി. പൈസ എന്റെ കയ്യിലുണ്ട്. കൊട്ടാരം പോലത്തെ വീടും കളഞ്ഞ് എന്തിനാ കുഞ്ഞെ മനുഷ്യവാസം ഇല്ലാത്തവിടെ താമസിക്കുന്നത്? ആട്ടെ, ഈ കൊച്ചേതാ? എല്ലാം ഞാൻ പിന്നെ പറയാം. എന്നാ നിങ്ങൾ വെക്കോ. അതാണ് സ്ഥലം. എന്റെ അമ്മയുടെ വക സ്ഥലമാ. നമുക്ക് അവിടെ താമസിക്കാം. അയ്യോ, ഒരു കിളിക്കുഞ്ഞു പോലും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ആരുടെയും ശല്യം ഉണ്ടാവില്ല, ആരെയും പേടിക്കും വേണ്ട. അങ്ങോട്ട് എങ്ങനെ പോവും? നമ്മുടെ വക ഒരു കൊച്ചു വള്ളമുണ്ട്. നല്ല ഭംഗിയായിരിക്കുന്നു. ഇവിടെ വേറെ ആരുമില്ലേ? ഉണ്ടല്ലോ, കേൾക്കണോ? രാധേ, രാധേ, നമുക്കിവിടെ ഒരു വീട് വെക്കാം. നമ്മൾ എങ്ങനെ വീട് വെക്കും? അതിനൊക്കെ വഴിയുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എനിക്കിഷ്ടപ്പെട്ടു. കാശ് തീർന്നു പോയതുകൊണ്ടാ, ഇല്ലെങ്കിൽ കുറെ കൂടെ വന്നാക്കായിരുന്നു. കാശ് തീർന്നു പോയോ? നീ കഞ്ഞുപിടിക്കാൻ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ പട്ടിണി കിടത്തില്ല. എന്ത് ജോലി ചെയ്തും നിന്നെ ഞാൻ രക്ഷിക്കും. പിന്നെ വാചകം അടിക്കാതെ ജോലി നോക്ക്.
പായസം പോലെ പെണ്ണ് കള്ളസ്വാമി. ദേവി മഹാകാളി നോവന്ന മകനെ പിടിവിട്. എന്താ നീ എന്നെ കണ്ടത് തിരിഞ്ഞോടിയത്? ഞാനോ? അത് അവിടെ ഒരു പുൽപ്പട്ടി നിൽക്കുന്നുണ്ട്. പട്ടി എനിക്ക് വലിയ പേടിയാ. നിന്നെ ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. എവിടെയാണ് എന്റെ രൂപ? രൂപയോ? ഏത് രൂപ? ഏത് രൂപ? 25 രൂപ വെച്ച മറന്നുപോയാ? കാനേ കൊൻകുനാന. നിന്റെ കുങ്കുനാന. എന്താ മകനെ പെണ്ണ് അടുക്കുന്നില്ലയോ? അവളെ കണ്ടവന്മാരോട് ഓടിപ്പോയിടാ. നിന്റെ ഒരു മന്ത്രവാദം നമ്മുടെ തല. ഒന്നുമില്ല. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു. കട്ടെടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ കാശ് കൊണ്ടുവരായിരുന്നു. ആരോരും ഇല്ലാത്തവനാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞേ? മുട്ടനൊരു കാറും പണക്കാരനായ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കാരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ. ഇപ്പോഴും ഒറ്റയ്ക്കാണോ? അല്ല, നീയുണ്ട്. നീ മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ദീപു കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്തിനാ എല്ലാരെയും പിണക്കിയിട്ട് എന്റെ കൂടെ താമസിക്കുന്നത്? മനസ്സുഖത്തിന് വേണ്ടി. വീട്ടിൽ താമസിച്ചാൽ മനസ്സുഖം കിട്ടത്തില്ലേ? നേരെ പറ ദീപു, അച്ഛനുമായി വഴക്കിട്ട് പോന്നെ എന്തിനാ? എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയെക്കുറിച്ച് ആയ പറഞ്ഞ അറിവേ ഉള്ളൂ. അമ്മ സുന്ദരിയായിരുന്നു. അമ്മയെ അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ഇതുവരെ ഇത് ഉണങ്ങിയില്ലേ? ഓ സാരമില്ല, അത് താനെ ഉണങ്ങിക്കോളും. നിനക്കൊരു രസം കേൾക്കണോ? ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഒരു വായി നോക്കി സ്വാമി വന്നിരുന്നു. എന്തിന്? നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് പറയാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവന് ഞാൻ തല്ലു കൊടുക്കാതെ പറഞ്ഞയച്ചു. കള്ളറാസ്കൽ. എന്ത് പറ്റി? അവൻ പറയുകയാണ്, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ചെകുത്താന്റെ കുഞ്ഞാണെന്ന്. അതിനെ പ്രസവിക്കുന്നതോടെ നീ മരിച്ചു പോകുന്നത്. അല്ലേ, നീ അങ്ങ് വല്ലാതായല്ലോ. ഇവന്മാരൊക്കെ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ബാബാ, അതിരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ കുഞ്ഞിനെ ചേട്ടൻ എങ്ങനെ വളർത്തും? ആ കള്ളസ്വാമി പറഞ്ഞ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ ചെകുത്താന്റെ കുഞ്ഞിനെ ഞാൻ... ചേട്ടാ, പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. അപ്പൊ ശാരദ സീരിയസ് ആണ്. ശാരദ, ചേട്ടാ, അങ്ങനൊന്നും തോന്നരുത്. കൊച്ചമ്മയുടെ വയറ്റിൽ ചെകുത്താന്റെ കുഞ്ഞാ പിറന്നിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്. ഇന്ന് എന്നെ കാണുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല. ദീപു വിഷമിക്കണ്ട. ദീപുവിന്റെ മനസ്സ് ഞാൻ ഒരിക്കലും നോവിക്കില്ല. ദീപു, നമ്മൾ ഈ കരയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സഹായത്തിന് പോലും ആരുമില്ലല്ലോ. എന്തായാലും ആരും ഉപദ്രവിക്കാൻ വരില്ല രാധേ. നാളെ മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും. കിട്ടുന്നത് കൊണ്ട് നമ്മൾ സുഖമായി കഴിയും. അതിന് ദീപുവിന് ജോലിയൊന്നും അറിയില്ലല്ലോ. പിന്നെ ആര് ജോലി തരും? ആരും തന്നില്ലെങ്കിൽ ഞാൻ ചുമടെടുക്കും. ദീപു, രാധേ, പോയി കിടന്നുറങ്ങും. രാധേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ദീപു, എന്താ രാധേ?
പട്ടിണി ഇടന്നാലും വേണ്ടില്ല, ആവുന്ന ജോലിയെ ചെയ്യാവൂ. ശരി. വേഗം വരുക. എന്താ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല, സന്ധ്യയ്ക്കുണ്ടെങ്കിൽ വന്നാൽ മതി. ആ. എന്താ ദീപു, ജോലി കിട്ടിയില്ലേ? ഇല്ല. സാരമില്ല, നാളെ കിട്ടും. അടുപ്പ് തീ പോഞ്ഞിട്ട് 3 ദിവസമായി. നാളെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കോ? നാളെ 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 നാളെയും വെറും കൈയോട് ഇങ്ങനെ കയറി വരും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? കാര്യമൊക്കെ ശരിയാ, എന്നിങ്ങനെ പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ. വയ്യെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയിരിക്കേ. ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ലേ, എന്തിനാ എന്നെ വിളിച്ചോണ്ടോണ്ടേ? വിളിച്ചപ്പോ നീ എന്തിനാ വന്നത്? അരകത്തിനെ കെട്ടി വിളിച്ചോണ്ട് വന്നേ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല. വെച്ച് നീട്ടിയ പോലും കിട്ടാതായി. എന്റെ മറ്റേ വർത്തമാനവും എന്നോട് വേണ്ട. ഞാൻ പറഞ്ഞു എന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ. ചിലക്കാതിരിയടി, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. പിടിച്ചില്ലെങ്കിൽ തുപ്പിക്കള. അറ്റകുറ്റം പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ. വല്ലതും തിന്നണമെങ്കിലേ ആണുങ്ങളെ പോലെ മേലെ നീ വേല ചെയ്യണം. ആഹാ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഞാനും നോക്കിക്കോളാം. എന്നെ അങ്ങ് വിട്ടേരെ. നിന്നെ ആരാണ്ട് ഇവിടെ പിടിച്ച് കെട്ടിയിരിക്കുന്നു. മനുഷ്യനെ വിളക്കാതെ പോയി ചാവടി. ആറ്റിലേ ധാരാളം വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. നീ എങ്ങോട്ട് പോകുന്നു? എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട. എനിക്കാരുമില്ല. എന്നെ പോകാൻ പറഞ്ഞില്ലേ, ഞാൻ പോയിക്കോളാം. രാധേ, എന്നോട് ക്ഷമിക്കൂ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയത്. നീ വാ. ഞാൻ വരുന്നില്ല. നീ എന്നെ വിട്ടു പോകുക രാധേ. ഇനിയും ദേഷ്യം വരുമ്പോ ഇറങ്ങി പോടിയെന്ന് പറയാനല്ലേ? ഇല്ല രാധേ, ഞാനിനി ഒരിക്കലും നിന്നോട് അങ്ങനെ പറയത്തില്ല. ഒരിക്കലും നിന്നെ കരയിക്കത്തുമില്ല. എന്താ മതിയോ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം.
ജോലി കിട്ടിയോ? കയ്യിലെന്താ? നമുക്ക് വേവിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പില്ല, ഒരു കഷ്ണം മതി, ബാക്കി നീ കഴിക്കും. രാവിലെ മുതൽ അരഞ്ഞു നടക്കുന്നതല്ലേ, ബീഫ് കഴിക്കൂ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വഴിക്ക് വെച്ച ഒരാൾ കാപ്പി വാങ്ങിച്ചു തന്നു, നീയല്ലേ ഒന്നും കഴിക്കാതിരിക്കുന്നത്. കഴിക്കരാതെ. പാൽപ്പായസം കിട്ടിയാലും എനിക്ക് തരാതെ ദീപ് കഴിക്കില്ലെന്നറിയാം. വേല ഇറക്കാതെ അങ്ങോട്ട് തിന്നാനാ പറഞ്ഞത്. രാധേ, നിന്റെ വയറ് നിറയുമ്പോ എന്റെ വിശപ്പും മാറും. കഴിക്കരാതെ. അങ്ങനെ ഇപ്പൊ വേണ്ട. ദീപ് പകുതി കഴിച്ചിട്ട് തന്നാ മതി. എനിക്ക് വേണ്ട. കഴിക്കു ദീപു. എന്റെ പൊന്നു ദീപു അല്ലേ, കഴിക്കും. സാർ, സാർ, പെട്ടിനെ എടുക്കാം സാർ. വേണ്ട. സാറേ, സാറേ, പെട്ടി ഞാൻ എടുക്കാം സാറേ. വേണ്ട വേണ്ട വേണ്ട. സാറേ, സാറേ, പെട്ടി ഞാൻ എടുക്കട്ടെ സാറേ. രാജൻ, നീ ഇവിടെ? ദീപു, എന്താ ഈ വേഷത്തിൽ? എല്ലാം ഞാൻ പറയാം രാജൻ, നീ വരൂ. എന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ വീട് വിട്ടിറങ്ങി. അങ്ങനെ രാധയിൽ നിന്നും ഞാൻ സ്നേഹം എന്താണെന്ന് പഠിച്ചു. പക്ഷേ പട്ടിണി മാത്രം മിച്ചം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്നെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയത് നന്നായി. എന്റെ അമ്മാവിന്റെ ഒരു കൊച്ചു ഓട്ട് ഫാക്ടറി ഉണ്ട്, അവിടെ ഞാൻ നിനക്ക് ജോലി വാങ്ങിത്തരാം. എനിക്ക് വലിയ ഉപകാരം രാജൻ. എന്നാ ഞാൻ പോട്ടെ. നിക്കടാ, ഇത് വെച്ച് അയ്യോ, വെക്കടാ, ഞാനില്ലേ തരുന്നത്. ശരി, നാളെ കാണാമല്ലോ. ആ, രാധേ, ജോലി കിട്ടിയോ? ആ കിട്ടി. എവിടെ? അല്പം ദൂരെയാ, ഒരു ഓട്ട് കമ്പനിയിൽ. നല്ല പണിയാണോ? നാളെ അറിയാം. എന്റെ ഒരു കൂട്ടുകാരനെ ഞാനൊന്ന് വഴിക്ക് വെച്ച് കണ്ടു, അവനായി പണി വാങ്ങി തന്നത്. ഇതൊക്കെ വാങ്ങാൻ പൈസ ഒന്നും അവനാ. എന്തായാലും ദൈവം കണ്ണു തുറന്നു. ഇനി ഒന്നും പേടിക്കാനില്ല. നീ ഇതൊക്കെ കൊണ്ടുപോയി വല്ല ശരിയാക്ക്. നിനക്കിന്ന് വയറ് നിറച്ച ചോറ് ഞാൻ വാരി തരുന്നുണ്ട്.
നോക്കട്ടെ. ഇപ്പൊ എന്തിനാ അതിന് കാശ് കളഞ്ഞത്? നീ ഇതൊന്ന് എടുത്തേ, ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ കൊടുക്കാനോ? ഇപ്പൊ വേണ്ട, ദേഹം നിറച്ച് അഴുക്കാം, കുളിച്ചിട്ട് കൊടുക്കാം. പോരാ, ഇപ്പൊ തന്നെ നീ സാരി ഉടുത്ത് നിൽക്കുന്നത് എനിക്ക് കാണണം. വേണ്ട ദീപു. ഞാൻ പറഞ്ഞാ നീ കേക്കില്ലേ? ഒന്നും എടുക്കരാതെ. അയ്യയ്യേ, നിനക്ക് ഒന്നും അറിയില്ല. ഇങ്ങതാ, ഞാൻ ഉടുപ്പിച്ചു തരാം. നീ എത്ര മനോഹരിയായിരിക്കുന്നെന്നോ. ചൂടായിരുന്നു, കളിയാക്കാതെ. ദീപുവിനുള്ള ചോറ് വന്നല്ലോ. എന്നാ നിങ്ങൾ അടുത്ത ആഴ്ച വരും, അപ്പോഴേക്കും ഞാൻ കണക്കുകളൊക്കെ ശരിയാക്കി വെക്കാം. ശരി, ഞാൻ വരട്ടെ. രാധേ, നോക്കട്ടെ. പെണ്ണങ്ങ് പിണങ്ങിയല്ലോ. ഇതാ നിനക്കൊരു സമ്മാനം. അയ്യ, നന്നായിരിക്കുന്നു. ഒരുപാട് കാശായി കാണുമല്ലോ.
എന്റെ കൂടെ ജോലി ചെയ്യുന്ന മാത്യുവിന്റെ കല്യാണം നാളെ. നിന്നെ കൂടെ വിളിച്ചോണ്ടിരുന്നെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതെടുത്തുകൊണ്ട് നാളെ എന്റെ കൂടെ വരണം. അയ്യോ, കല്യാണത്തിനൊന്നും ഞാൻ വരുന്നില്ല. അതെന്താ? ആളുകൾ എന്നെ കളിയാക്കും. എന്തിന്? ദീപുവിന്റെ കൂടെ വരുന്നതിന്. ഇപ്പോഴെന്താ ഇങ്ങനൊരു പുതുമ തോന്നിയത്? ഇപ്പോഴല്ല, കുറച്ചു നാളായി അവരെന്നെ കളിയാക്കുന്നു. കമ്പനി ചോറ് കൊണ്ടിരുമ്പോഴൊക്കെ അവളുമാരും അവന്മാരും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നു. എന്തോ ചോദിക്കുന്നു? ദീപു എന്റെ ആരാണെന്ന് അവർക്കറിയണം. നമ്മൾ ഒന്നിച്ചാണോ നടക്കുന്നേ, ഒന്നിച്ചാണോ കിടക്കുന്നേ, പിന്നെ നാണം കെട്ട വർഗം. ആട്ടെ, നീ എന്തു മറുപടി പറയും? അതിരിക്കട്ടെ, നീ എന്റെ ആരാ? നീ എന്റെ ആരാണെന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തിനെ? നീ എന്റെ പെണ്ണാണെന്ന്. എന്ന് വെച്ചാൽ? ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണെന്ന്. അത് നമ്മൾ കല്യാണം കഴിച്ചില്ലല്ലോ. പിന്നെങ്ങനെ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നത്? മണ്ടി പെണ്ണെ, നമ്മുടെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്നത് തെറ്റാ. നാട്ടുകാർ തന്നെ ബഹളം ഉണ്ടാക്കും. എന്നാ നമുക്ക് നിർത്തണ്ട, തുറന്നു പറഞ്ഞേരെ. ആട്ടെ, നിന്നെ ഞാൻ കെട്ടുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇന്ന് നമ്മുടെയും കല്യാണമാണ്. നമ്മുടെ കല്യാണമോ? എന്താ, നിനക്കിഷ്ടമല്ലേ? ഇനി മേലാൽ നന്മയിലും തിന്മയിലും, സമ്പത്തിലും ദരിദ്രതയിലും, ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നാമധേയത്തിൽ നിന്നെ എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളുമാണ്. ആത്മബന്ധത്തിന്റെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഞാൻ ഈ താലിയെ അണിയിക്കുന്നു. ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. കല്യാണം കഴിച്ചു പോലും. ഇല്ല മോളെ, നിന്റെ അമ്മാവൻ ഇതുവരെ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല, ഇനിയൊട്ട് തോൽക്കുകയുമില്ല. നീ ഇപ്പോഴെന്റെ ആരാ? ദീപേട്ടന്റെ രാധ. എന്ന് വെച്ചാൽ എന്റെ ഭാര്യ. ഇന്നു മുതൽ നമ്മൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം ഒന്നിച്ചാ. രാധേ, ഉറക്കം വരുന്നല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് കിടന്നോളൂ. വേണ്ട, ഞാൻ നിലത്ത് കിടന്നോളാം. ആഹാ, ഇന്നു മുതൽ അത് പറ്റില്ല. സ്വർഗം സുവർണ സ്വർഗം സുരലോകത്തിലല്ലോ, സ്വർഗം സുവർണ സ്വർഗം സുരലോകത്തിലല്ലോ. സുന്ദരീയൻ കാമിനി വാഴും, സുന്ദരീയൻ കാമിനി വാഴും
സ്വപ്നലോകത്തിലല്ലോ ഈ സ്വപ്നലോകത്തിലല്ലോ സ്വർഗം സുവർണ സ്വർഗം സുരലോകത്തിലല്ലോ. സങ്കൽപ്പ സൗഖ്യങ്ങളെന്തിന് മണ്ണിലെൻ ജീവിതം പൂവണിയുമ്പോൾ പിന്നിലെ സങ്കൽപ്പ സൗഖ്യങ്ങളെന്തിന് മണ്ണിലെൻ ജീവിതം പൂവണിയുമ്പോൾ മടിയിൽ തല ചായ്ച്ചിവൾ മന്ദഹസിക്കുമ്പോൾ മലരണി കുളിരിൽ ഞാനലിയുന്നു മലരണി കുളിരിൽ ഞാനലിയുന്നു സ്വർഗം സുവർണ സ്വർഗം സുരലോകത്തിലല്ലോ സുന്ദരീയൻ കാമിനി വാഴും സുന്ദരീയൻ കാമിനി വാഴും സ്വപ്നലോകത്തിലല്ലോ ഈ സ്വപ്നലോകത്തിലല്ലോ. മാന്തളിർ ചുണ്ടിന്റെ മണിമുത്തമോരോന്നും മറക്കുവാനാകാത്തൊരനുഭൂതിയായി മാന്തളിർ ചുണ്ടിന്റെ മണിമുത്തമോരോന്നും മറക്കുവാനാകാത്തൊരനുഭൂതിയായി മാറിൽ പടർന്നിവൾ മുല്ലവള്ളിയാകുമ്പോൾ മന്മഥ ചിന്തയിൽ ഞാനലിയുന്നു മന്മഥ ചിന്തയിൽ ഞാനലിയുന്നു സ്വർഗം സുവർണ സ്വർഗം സുരലോകത്തിലല്ലോ സുന്ദരീയൻ കാമിനി വാഴും സുന്ദരീയൻ കാമിനി വാഴും സ്വപ്നലോകത്തിലല്ലോ ഈ സ്വപ്നലോകത്തിലല്ലോ. ദിവസവും അത് കഴിഞ്ഞാൽ
വല്ലാത്തിരുട്ടുമായി നിന്നെ ഞാൻ എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കും? ഇനി താമസിക്കണ്ട, നമുക്ക് പോകാം. ദൈവം നമ്മെ കൈവിടത്തില്ല. ഡോക്ടർ സാർ, ഡോക്ടർ സാർ, എന്താ? ഡോക്ടർ ഒന്ന് വിളിക്കാം. ഇവിടെ ഇരിക്കും, ഇപ്പൊ വിളിക്കാം. ഡോക്ടർ ഇപ്പൊ വരും. താനിത് മനുഷ്യനാണോ? ഇങ്ങനെ അവർ ഗർഭിണിയെ കൊണ്ടുവരുന്നത്? മറ്റൊരു മാർഗവുമില്ലായിരുന്നു ഡോക്ടർ സാർ. എങ്ങനെയെങ്കിലും എന്റെ സാറിനെ സാർ രക്ഷിക്കണം. സിസ്റ്റർ, ഇവർ ലെവർ നിരക്കും. ഡെലിവറി കഴിഞ്ഞത് കുഴപ്പമൊന്നുമില്ല. എന്റെ രാധയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? വെരി സോറി, സീരിയസ് ആണ്. ഡോക്ടർ അകത്ത് പോയി കണ്ടോളൂ. അവരുടെ മുമ്പിൽ ദുർബലനാകരുത്. എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചുടൻ പുറത്തു വരും. ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ പോകരുത്. ആ ചെല്ലു ചെല്ലു ചെല്ലു, ആ പോയി കണ്ടോളൂ. ഡോക്ടർ മാലിന്യം വരും. രാധേ,
ചേട്ടാ, ദീപു നമ്മുടെ കുഞ്ഞാണ്. ചേട്ടൻ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കുകയാണോ? എന്നോടുള്ള സ്നേഹക്കുറവിൽ കൊണ്ടല്ലേ ചേട്ടൻ ദീപുവിനെ വെറുക്കുന്നത്? പോവൂ ചേട്ടാ, ദീപുവിനെ വിളിച്ചുകൊണ്ട് വരൂ പ്ലീസ്. ചേട്ടന്റെ ശാരദയല്ലേ പറയുന്നത്? എന്റെ ദീപുവിന്റെ കുഞ്ഞിനും അമ്മയില്ല. ചേട്ടനും എന്റെ ദീപവും തുല്യ ദുഃഖിയാണെന്ന കാര്യം മറക്കരുത്. പോവൂ ചേട്ടാ, പോവൂ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ജയിച്ചത് ഞാനല്ലേ? മോനെ കണ്ടോ? ദീപേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു. സന്ധ്യ, അച്ഛനോട് ക്ഷമിക്കുമോനെ. അച്ഛന് മാപ്പ് തരൂ. നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരുന്നില്ല. ദീപേട്ടന് വേണ്ടി കാത്തിരുന്നവളാണ് ഞാൻ. പക്ഷേ ദീപേട്ടനെ സ്വന്തമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ കുഞ്ഞിനെ വളർത്താനുള്ള അവകാശമെങ്കിലും എനിക്ക് തരൂ. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ദീപേട്ടൻ എന്തായി കാണിച്ചേ? നമ്മുടെ കുഞ്ഞ് നല്ല രീതിയിൽ വളരണ്ടേ? ദീപേട്ടൻ ഈ കുഞ്ഞുമായി ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ കഴിയും? ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ആര് നോക്കും? അവർ വിളിക്കുന്നത് കേട്ടില്ലേ? ദീപേട്ടൻ ഈ കുഞ്ഞുമായി അവരുടെ കൂടെ പോകൂ. എനിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി. എന്റെ പൊന്നു ദേവിയേട്ടൻ, ഞാൻ പറയുന്നത് കേൾക്കൂ. പോകൂ ദേവിയേട്ട, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പോകൂ.